പാലക്കാട് പല്ലശ്ശേന ഒഴിവുപാറയിൽ 9 വയസ്സുകാരി വിനോദിനിയുടെ വലത് കൈ ചികിത്സയ്ക്കിടെ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന് മുന്നിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ മൊഴി നൽകി. സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ വിദഗ്ധ സംഘത്തിനു മുന്നിൽ പറഞ്ഞതായി കുട്ടിയുടെ അമ്മ പ്രസീത മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്ക് നീതി കിട്ടുമോ എന്ന പേടിയാണുള്ളത്. ആരും സഹായത്തിനില്ലാത്ത പാവങ്ങളാണ് ഞങ്ങൾ. താമസിക്കാൻ സ്വന്തമായി വീട് പോലുമില്ല. ഡോക്ടർമാർ സ്വാധീനമുള്ളവർ ആയതുകൊണ്ട് റിപ്പോർട്ട് പ്രതികൂലമാവുമോ എന്നാണ് പേടി. മകൾക്ക് നീതി കിട്ടണമെന്നാണ് ആവശ്യമെന്നും പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് വിനോദിനി എന്ന 9 വയസ്സുകാരിയുടെ കൈക്ക് പൊട്ടലുണ്ടാവുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി എക്സ്റേ എടുത്തതിൽ കുട്ടിയുടെ കൈയിൽ പൊട്ടൽ കണ്ടെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കൈ പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് 30-ാം തീയതിയാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോഴാണ് കുട്ടിയുടെ കൈ പൊട്ടിയ ഭാഗത്ത് ഗുരുതരമായ പഴുപ്പ് ബാധിച്ചതായി കണ്ടെത്തുന്നതും കുട്ടിയുടെ ജീവനു വരെ ഭീഷണിയാകുന്ന സ്ഥിതിയാണെന്ന് മനസ്സിലാക്കുന്നതും. തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയത്. വീണെല്ല് പൊട്ടിയ ഒരു കുട്ടിയുടെ കൈ ചികിത്സിച്ച ഡോക്ടറുടെ അശ്രദ്ധ കാരണം മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം വലിയ വിവാദമായിരുന്നു. സർക്കാർ കുട്ടിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് കുട്ടിക്ക് കൃത്രിമ കൈവയ്ക്കുന്നതിന് 8 ലക്ഷം രൂപയുടെ സഹായം ഉറപ്പാക്കിയപ്പോൾ കൂടുതൽ സഹായങ്ങളുമായി സർക്കാരും രംഗത്തെത്തി. ഇതിനിടെയാണ് കുട്ടിക്ക് ചികിത്സ നൽകുന്നതിൽ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചോ എന്ന വിഷയത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം നടത്തുന്നത്. പാലക്കാട് DMO ഓഫീസിലായിരുന്നു വിദഗ്ധ സംഘം കുട്ടിയെയും രക്ഷിതാക്കളെയും കണ്ടത്. അതെ, ഞങ്ങൾ കൊടുത്തിട്ട് വരികയാണ്. നമ്മൾ പാലക്കാട് നടന്നത് എല്ലാ സംഭവങ്ങളും നമ്മൾ പറഞ്ഞെഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ കൊടുത്തത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞങ്ങളുടെ കൂടെ ആരുമില്ല. നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് എനിക്ക് വളരെ പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾക്ക് സ്വന്തം വീട് പോലും ഇല്ലാത്ത ഞങ്ങളുടെ എടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞ പേടിയുണ്ട്, നല്ലോണം പേടി. പിരിച്ചു വിടണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ എന്റെ കുട്ടിന്റെ കൈ പോയതുപോലെ അവന്റെ അനാസ്ഥ കൊണ്ടല്ലാന്ന് പോലും റിപ്പോർട്ട് കൊടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയുണ്ട്. സത്യമായിട്ടാ പറയുന്നത്. നല്ല പേടിയുണ്ട്. അതന്നെ ഞങ്ങൾക്ക് പേടി തോന്നുന്നു. അറിയില്ല, എനിക്കറിയില്ല. ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാറേ. ഞങ്ങൾക്ക് അവരെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയില്ല. സത്യം എനിക്ക് നല്ല ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല റിപ്പോർട്ട് എങ്ങനെ കിട്ടും നമുക്കറിയില്ലല്ലോ. ആന്റെ പക്ഷത്ത് നിൽക്കുന്ന നമുക്കറിയില്ലല്ലോ. റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിൽ വരാം, തിരിച്ചു വരാം, മറിച്ച് വരാം, എങ്ങനെ വേണമെങ്കിൽ വരാമല്ലോ. ഞങ്ങളുടെ രീതിക്ക് വരാം, അവന്റെ രീതിക്ക്. നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആരുമില്ല. അവരൊക്കെ അതന്നെ നടത്തണം എന്നാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ കൂടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു രീതിയിൽ വേണം തന്നെ ഞാൻ പറയുന്നത്. കാരണം അവര് വലിയ വലിയ ജോലിക്കാരാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിക്കാൻ മറിക്കും, എന്ത് വേണം ചെയ്യാൻ. ഞങ്ങളുടെ കൂടെ ആരും ഇല്ല. സത്യം പറഞ്ഞു, ഞങ്ങളല്ലാണ്ട് ഞങ്ങളുടെ കൂടെ ആരും ഇല്ല. ഇത് പറയാൻ ഒന്നും ചെയ്യാൻ ആരും ഇല്ല. അപ്പൊ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടണം തന്നെയാണ് പറയുന്നത്. എന്റെ മകൾക്ക് എന്തായാലും നീതി കിട്ടണം എന്തായാലും. ഈ ചാനൽ ന്യൂസ് പാലക്കാട്. വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട. വേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും വേയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Waymand, making it easy. Valanjeri, phone 9526 001 003.